എങ്കിൽ കേരളം ഒട്ടാകെ വലിയ പ്രക്ഷോഭത്തിന് നിങ്ങൾ സാക്ഷികളാകേണ്ടി വരും. എറണാകുളം കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസിന് നാട് വിട നൽകി. ഉരുളൻ തണ്ണി മാർത്തോമ മിഷൻ പള്ളിയിൽ നടന്ന പ്രാർത്ഥനാ ശുശ്രൂഷകൾക്ക് ശേഷം ചേലാട് കുറുമറ്റം സെമിത്തേരിയിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ. രാവിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത്. 8:45 ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു. തുടർന്ന് 11:30 പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകി. ഇന്നലെ രാത്രിയിലാണ് നാടിനെ നടുക്കിയ കാട്ടാനാക്രമണത്തിനിരയായി ക്രാച്ചേർ സ്വദേശി എൽദോസ് മരണപ്പെടുന്നത്. ബസ്സിറങ്ങി വീട്ടിലേക്ക് പോവുകയായിരുന്ന എൽദോസിനെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു. രാത്രിയിൽ തന്നെ വലിയ പ്രതിഷേധമാണ് പ്രദേശത്തുണ്ടായത്. കലക്ടറുടെ ഉറപ്പിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിച്ചു. പ്രദേശത്ത് എല്ലാവിധ സുരക്ഷാ സംവിധാനങ്ങളും സ്ഥാപിക്കുമെന്നാണ് അധികൃതരുടെ വാഗ്ദാനം. എൽദോസിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. കേരള വിഷൻ ന്യൂസ്, കൊച്ചി. തമിഴ്നാട് വാൽപ്പാറയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. ഗജമുടി എസ്റ്റേറ്റിലെ ചന്ദ്രനാണ് മരിച്ചത്. പരിക്കേറ്റ് കോയമ്പത്തൂരിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ദിവസം 3 കാട്ടാനകൾ ലയത്തിനു സമീപം എത്തി ആളുകളെ ഓടിച്ചിരുന്നു. ഇതിനിടെയാണ് ചന്ദ്രൻ